ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ടാങ്കിനകത്ത് കിടക്കുന്ന വാഹയൊന്ന് നമ്മൾ മാറ്റി റിങ്ങിനകത്തോട്ടാക്കാൻ പോകട്ടോ. നമ്മുടെ നീലവാഹ നമ്മൾ ടാങ്കിൽ ഇട്ടേക്കുന്ന എല്ലാവരും കണ്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി നീല കളറൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അതിനെ പിടിക്കേണ്ട ഒരു ചാക്കും കൊണ്ട് അതിനകത്ത് ഇറങ്ങിയിട്ട് അതിനകത്ത് നല്ല കുറച്ച് ഇതുള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് കുനിഞ്ഞ് കിടന്ന് പിടിക്കേണ്ടതുണ്ട്. ചാക്കിനകത്ത് കയറ്റി നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് സാധനം നമ്മളതിന് ചാടിപ്പോയിട്ടുണ്ട്. ചാടിയുണ്ട് വെള്ളത്തിൽ വീണ്ടുന്നുണ്ട് നല്ല ആക്റ്റീവായിരുന്നു. അപ്പോൾ നമ്മൾ പിടിക്കാൻ വന്നപ്പോൾ തന്നെ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു. അത് നമ്മൾ ഒരു വിധത്തിൽ ചാക്കിനകത്ത് കയറ്റിയിട്ടുണ്ട്. കണ്ടോ ചാക്കിനകത്ത് നല്ല പിടപ്പൊക്കെ ഉണ്ട്. നല്ല മഴയൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും കൊണ്ട് റിങ്ങിനകത്താണ് നമ്മളൊരു ടാർപ്പ് ഇട്ട് അതിനകത്ത് സെറ്റ് ചെയ്യാൻ അത് കൊണ്ടിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്ത് കണ്ട് ഇതാണ് അപ്പോൾ നമ്മുടെ വാഹന കുളം. പക്ഷേ ചെറിയ പ്രശ്നമാണ്, അത് വെള്ളം ലീക്ക് ചെയ്തു. വെള്ളം നമ്മൾ എത്ര ഒഴിച്ചാലും ഈ വെള്ളത്തിൽ തന്നെ നിൽക്കും. കാരണം മീൻ ഫുള്ള് താന്ന് കിടക്കാൻ പോലും വെള്ളമില്ല. അടിവനൊന്ന് ഓടി നടക്കാൻ പോലും പറ്റുന്നില്ല. മീനെ ഒന്നും അടിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഇത് മാറ്റണം, കുറച്ചുകൂടെ സെറ്റാക്കണം. ഇത് മാറ്റിയല്ലേ വേറെ ടാപ്പ് ഇടണം. നമ്മൾക്കാണ് കുഴപ്പമില്ല, നല്ല സേഫ്. ടാർപ്പ് ഈ ടാർപ്പ് പോലെ നമുക്ക് എടുക്കണം, എന്നിട്ട് അവിടെ ഇടണം. ഗൈസ് അപ്പോൾ ഇതെന്താ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ കേട്ടോ. നമ്മുടെ ടാങ്കിൻ്റെ അവിടെ നോക്കിക്കോ, ഒരുത്തൻ നമ്മുടെ മീനെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട്. കണ്ടോ, അത് കണ്ടുകൊണ്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ പാത്തിരുന്നെടുത്ത്. നമ്മളെ കാണുമ്പോൾ അവൻ പറന്നു പോകും. കണ്ടോ, ഒരു കൊക്ക് ചാടുന്നുണ്ട് കുളത്തിൽ. അതിനകത്ത് ഇറങ്ങിയിട്ട് അവനാണ് കൈ നനയാതെ വെളുപ്പത്തിൽ നമ്മൾ പിടിച്ചിട്ടേക്കുന്നതിനെ വായിക്കൊടുത്ത് അവന് കല്ലമുട്ടിയുണ്ട്, അവനെ അടിച്ചുകൊണ്ട് പോകും കേട്ടോ. ഗൈസ് അപ്പോൾ കണ്ടോ, നിങ്ങളോട് ശ്രദ്ധിച്ച് നോക്കി കാണാം. കണ്ടോ അതിൻ്റെ വായിരിക്കുന്നുണ്ടോ, അതിനകത്ത് കിടക്കുന്നതിൽ നല്ല വലുതിനെ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. കൊക്കിൻ്റെ മീൻ എടുക്കാൻ ഒരു കാക്കൻ വന്നു ഗൈസ്. അവർ ഭയങ്കര മടികളാണ്. അത്രയും തോട്ടി മീൻ കിടന്നിട്ട് അത് പിടിക്കാതെ നമ്മൾ കുളത്തിനകത്ത് വന്നു കല്ലുമുട്ടി പിടിച്ചുകൊണ്ട് പോകും. അടയ്ക്കാൻ ഞാൻ ഇപ്പോൾ ഇത് മാറാൻ വേണ്ടി ഈ ഹോളുണ്ട്, വെള്ളം കുറയുന്നുണ്ട്. ഇതുകൊണ്ട് മീനെല്ലാം പേടിച്ച് നമ്മൾ വാഹനം അടി കയറി കൊക്ക് പിടിക്കുന്ന കണ്ടുകൊണ്ടുണ്ട് എല്ലാ മീനിൻ്റെ അടി കയറി. ഒരെണ്ണത്തിന് പരിക്കും പറ്റിയിട്ടുണ്ട്. എല്ലാം കണ്ടു അതിൻ്റെ അടിയില്ല പിടിച്ചുകൊണ്ട് അന്നേരം എല്ലാം അതിൻ്റെ അടി കയറിയതാ. എല്ലാം അതിൻ്റെ അടി കയറി പാത്തിരിക്കും. കൊക്കിന് മെനക്കെടാതെ മീനെ പിടിക്കാൻ ഒന്നിൻ്റെ ദേഹം മുറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം കൊക്കിയാണ് പറഞ്ഞാൽ കിട്ടി കേട്ടോ. പിന്നെ ഒന്നിനെ കൊത്തിയിട്ടുണ്ട്, അതിൻ്റെ ചെറിയൊരു പരിക്ക് പറ്റിയാണ് ഞാൻ കാണിച്ചത്. നമ്മളെല്ലാം പേടിച്ച് നമ്മൾ വാഹനം അടി കയറിയിരിക്കുക. പരിക്ക് പറ്റി ഞാൻ കാണിച്ചത്. ഞാൻ കൊത്തിയിട്ട് വെച്ചാൽ കിട്ടിയില്ലെന്ന് തോന്നുന്നു. വലുതിനെ തന്നെ പിടിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതുണ്ടോ കൊക്കടിച്ചതിൻ്റെ ദേഹത്തുണ്ട് ഒരു മുറിവ്. കൊക്ക് കൊത്തിയിട്ട് എൻ്റെ ചുണ്ടി കിട്ടാതെ പോയ മീനുണ്ടോ. വലുതിനെ പിടിക്കുന്നത്. ബാക്കിയെല്ലാം പേടിച്ച് അതിൻ്റെ അടി കയറിയപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് വാങ്ങി ടാർപ്പം മാറ്റണം. വേറെ ടാപ്പ് ഇറങ്ങണം. നല്ല ഈ വായിക്കുന്നു, ഫുഡ് എടുക്കാൻ പറ്റത്തില്ല, വെള്ളക്കുറവുണ്ട്. പേടിച്ചു ഇതുവാ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളുണ്ട് ടാർപ്പൊക്കെ മാറ്റി വേറൊരു ടാർപ്പ് ഇട്ടുണ്ട്. ലീക്കേജൊക്കെ മാറ്റാനായിട്ട് വാഹയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ള ടാർപ്പ് നോക്കി ഇനി നേരത്തെ പറഞ്ഞില്ല കളർ മാറില്ലെന്നല്ലോ ചേഞ്ച് ആകുമെന്ന്. ഞാൻ ആദ്യം ഇവിടെ ഇന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ഇന്ന് കല്ലമുട്ടിയെ പിടിക്കും. കൊത്തുണ്ടോ?